ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പതിവ് പോലെ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കുറേയധികം ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തന്നെ ചെയ്തേക്കുക. എൻ്റെ പേര് സ്നേഹ എന്നാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഞാൻ ഇറ്റലിയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വെയിറ്റ് ലോസ് ജേർണിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ രാവിലെ ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാറുണ്ടെന്ന്. അപ്പോൾ ഓരോ വീഡിയോയിലും ഓരോ വ്യത്യസ്തമായിട്ടുള്ള മോർണിംഗ് ഡ്രിങ്കുകളാണ് ഞാൻ പരിചയപ്പെടുത്താറുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ സിനമൺ ടീ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയും അതേപോലെ തന്നെ അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങളും ഒരു ചെറിയ പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിനയില ഇട്ട് കൊടുക്കുന്നത് അവസാനം വെള്ളം തിളച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു, കപ്പിലേക്ക് മാറ്റി. അപ്പോൾ ചൂടോടുകൂടി ഈ ഒരു സിനമൺ ടീ കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ സിനമൺ ടീ പൊതുവെ പറയുന്നത് PCOD PCOS ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഈ 2-3 ദിവസത്തെ എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് മുമ്പ് നമ്മുടെ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മോർണിംഗ് ഡ്രിങ്കുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ കൺവീനിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. ഇന്നൊരു ഓട്സ് സ്മൂത്തിയാണ്. അപ്പോൾ ഓട്സ് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഓട്സ് കഴിക്കുമ്പോൾ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ. എനിക്കും പ്രശ്നമുണ്ട്, ഓട്സ് കഴിക്കുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് കുറച്ച് നേരം മുൻപേ, ഒരു 10-20 മിനിറ്റ് മുമ്പേ ഓട്സ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ആ വെള്ളം കളഞ്ഞ് നമ്മൾ അത് ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലെൻഡറിലേക്ക് ഓട്സ് ഇട്ടു, ആപ്പിൾ കഷ്ണങ്ങളിട്ടു, 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇട്ടു, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്നട്ട്സും ബദാമും, പിന്നെ നമ്മുടെ ഈന്തപ്പഴമാണ് മെയിനായിട്ട് ഇതിനൊരു മധുരം നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരളവിൽ മാത്രമാണ് മധുരം ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതെല്ലാം കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. നമ്മൾ ഈ ഒരു ഓട്സ് സ്മൂത്തിക്കകത്ത് പാലോ മധുരോ അതായത് എക്സ്ട്രാ ഷുഗറോ ഒന്നും തന്നെ ആഡ് ചെയ്യാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തിയാണ്. എനിക്ക് പാലൊക്കെ ചേർത്ത് ഓട്സ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതേപോലെ വെള്ളം ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്കിതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ പീനട്ട്സ് ഇടുന്നതും അതേപോലെ സിനമൺ പൗഡറൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിങ്ങനെ സ്മൂത്തി കഴിക്കുമ്പോൾ ആ പീനട്ട്സ് കഴിക്കാൻ കിട്ടുന്നത് നല്ലൊരു ക്രഞ്ചി ഫ്ലേവർ തരും. ഇതുപോലെ തന്നെ പഴമൊക്കെ ചേർത്തിട്ടുള്ള ഓട്സ് സ്മൂത്തിയും അതേപോലെ തന്നെ സ്ട്രോബെറി സ്മൂത്തിയും ഒക്കെ നമ്മുടെ ചാനലിലൂടെ പലപ്പോഴായിട്ട് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് പോയി കാണുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ ലഞ്ച് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ സമയത്തും കഴിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു പാസ്തയാണ് കഴിക്കുന്നത്. അപ്പോൾ പാസ്തയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉപ്പിട്ടു, അതേപോലെ തന്നെ കുറച്ച് മാത്രം ഒലിവ് ഓയിൽ ചേർത്തു, ആ പാസ്ത തമ്മിൽ ഒട്ടുപിടിക്കാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നതായി ഇതേപോലത്തെ വീറ്റ് പാസ്തയാണ്, അതായത് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാസ്തയാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പാസ്ത മൈദ കൊണ്ട് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയതും ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഹെൽത്തി ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാസ്തയാണ്. അപ്പോൾ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സാധാരണ പാസ്തയേക്കാളും വേവാൻ കുറച്ചുകൂടെ സമയം കൂടുതലെടുക്കും. അതിപ്പോൾ എത്രയൊക്കെയാണെന്നുള്ള പാക്കറ്റിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ടൈമർ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ആ വേവിനങ്ങ് ഊറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പാസ്ത വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറികളൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരല്പം മാത്രം ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ആദ്യം തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഒരു വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും അതേപോലെ തന്നെ വെളുത്ത സവാളയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് പച്ചക്കറി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് 3-4 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒരുപാട് വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് നമ്മൾ സോട്ട് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിലെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ക്യാപ്സിക്കം ചേർക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് 1 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത് ഇതേപോലെ നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം നമ്മുടെ ക്യാപ്സിക്കം, ബെൽ പെപ്പേഴ്സ്, അത് 2 കളറിലുള്ളതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ചുവപ്പ് മഞ്ഞ ആയതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്ര നേരം മതി, ഒരു 2 മുതൽ 3 മിനിറ്റ് നേരം വരെ മാത്രം പച്ചക്കറികളെല്ലാം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്ര മാത്രമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പാസ്ത ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുമ്പോഴാണല്ലോ പാസ്ത കാണാനും കഴിക്കാനൊക്കെ ടേസ്റ്റ്. അപ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ചറിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. സാധാരണ ഇങ്ങനത്തെ പാസ്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്രീമോ അല്ലെങ്കിൽ മയണൈസൊക്കെ ചേർക്കാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷനാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അല്ല, 2 ടീസ്പൂണാണേ. 2 ടീസ്പൂണോളം യോഗട്ട് എടുത്തിട്ടുണ്ട്. ഗ്രീക്ക് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്, അതാണ് നല്ലത്. ഇനി ഗ്രീക്ക് യോഗട്ട് ഇല്ല എങ്കിൽ മാത്രം സാധാരണ യോഗട്ട് ചേർക്കാം. പക്ഷേ അധികം പുളിയില്ലാത്ത അല്ലെങ്കിൽ അധികം കൊഴുപ്പില്ലാത്ത തൈര് എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് ഞാൻ ഒറിഗാനോയും അതേപോലെ തന്നെ കോൺ ഉണ്ടല്ലോ അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോൺ നമ്മുടെ ഇവിടെ ക്യാനിൽ കിട്ടുന്ന കോണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺ ചേർത്തപ്പോൾ എനിക്ക് വീഡിയോ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ കോൺ വേവിക്കേണ്ട ഒന്നും കാര്യമില്ലാത്തതുകൊണ്ടാണ് നേരത്തെ പച്ചക്കറി സോട്ട് ചെയ്ത കൂട്ടത്തിൽ ചേർക്കാതിരുന്നത്. പിന്നീട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുത്തു. അതായത് നമ്മുടെ ക്യാപ്സിക്കവും അതേപോലെ തന്നെ ക്യാരറ്റും പിന്നെ നമ്മുടെ ഉള്ളി. നിങ്ങൾക്ക് ഏത് പച്ചക്കറിയും ചേർക്കാം കേട്ടോ. പച്ചക്കറികളുടെ അളവ് കൂടുന്തോറും കൂടുതൽ ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല ക്രീം പോലെ തന്നെ ഇരിക്കുന്നില്ലേ. യോഗട്ട് ആയതുകൊണ്ട് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട. നല്ല കിട്ടു ടേസ്റ്റ് ആയിരുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വേവിച്ച പാസ്ത കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്രീമോ മയണൈസോ അല്ലെങ്കിൽ വേറെ ഒന്നും തന്നെ ചേർക്കാതെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഗോതമ്പ് പാസ്ത കൂടി ആയതുകൊണ്ട് കൂടുതൽ ഹെൽത്തിയാണ്. ഇതൊരു പോർഷൻ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലായ ഒരു ഫീല് കിട്ടും. പിന്നെ പാസ്ത പൊതുവേ അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പറയാത്തതിന് കാരണം മൈദ കൊണ്ടുള്ള പാസ്ത ആയതുകൊണ്ടാണ്. പക്ഷേ ഇത് നമ്മൾ ഗോതമ്പ് പാസ്തയാണ്. പിന്നെ നമ്മൾ എണ്ണ അധികം ഉപയോഗിച്ചിട്ടില്ല, വേറെ ക്രീമോ കാര്യങ്ങളൊന്നുമില്ല, കൂടുതലും പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാസ്തയാണ്. കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത്. ഇനി ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തിയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ താഴെ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് പറഞ്ഞുതരാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ്, സാധാ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ആദ്യം 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. ആ ഗോതമ്പ് പൊടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം, ഒരു ഫോർക്ക് ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്, കാണാമല്ലോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ പെരിയാറിൻ്റെ ആട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രാൻഡിനനുസരിച്ച് അളവുകൾക്ക് ചെറിയ വ്യത്യാസം വരും. 1/2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് വരെ ഓക്കെ. പിന്നീട് ചേർക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്. പൊടി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും. പൊടി കുറഞ്ഞു പോയാലും പാടാണ്. അപ്പോൾ ആ ഒരു കണക്കനുസരിച്ച് ഞാനിവിടെ 1.25 കപ്പാണ് എനിക്ക് ഗോതമ്പ് പൊടി വേണ്ടി വന്നത്. ആദ്യം 1 കപ്പ് ചേർത്ത് ഇതേപോലെ നന്നായിട്ടങ്ങ് കൈകൊണ്ട് തന്നെ കുഴച്ചെടുത്തു. അതിനുശേഷം അല്പാൽപമായിട്ട് ഞാൻ വീണ്ടും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ അളവ് നോക്കിയപ്പോൾ ഏകദേശം മൊത്തം ഞാൻ എടുത്തത് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് 1/2 കപ്പ് വെള്ളത്തിന് കേട്ടോ. അപ്പോൾ അല്പാൽപമായിട്ട് ഗോതമ്പ് പൊടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കും. പിന്നീട് നന്നായിട്ട് കുഴച്ചെടുക്കും. എത്രമാത്രം നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നു അത്രമാത്രം നമ്മുടെ ചപ്പാത്തി കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാത്രം കുഴയ്ക്കാൻ വേണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ആകെ ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു അളവിനാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. 1/2 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പൊടിക്ക് 1.25 കപ്പ് പൊടിക്ക് 6 ചപ്പാത്തി. അപ്പോൾ അത് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുമ്പേ ഇത് കുഴച്ച് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിനാട്ടോ ഞാൻ ചപ്പാത്തി മാവ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം ഞാനൊരു നനഞ്ഞ തുണി വെച്ചത് മൂടി വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പേ കുഴച്ച് വെച്ചോളുക. അപ്പോൾ ഞാൻ ഈ ചപ്പാത്തിക്കൊപ്പം കറി ഉണ്ടാക്കുന്നുണ്ട്. കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പൊടികളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, ഇത്രയാണ് ഒന്ന് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്.
ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് പൊടി ചൂടാക്കി പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, അതേപോലെ തന്നെ സവാളയും അരിഞ്ഞത്, ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സവാളയാണ്. അതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ നമ്മൾ ആദ്യമേ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കടലക്കറിക്കകത്തേക്ക് നമ്മൾ എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ, തേങ്ങ ഒന്നും ഉപയോഗിക്കാതെ ഉള്ളൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊടികളൊക്കെ വളരെ കുറച്ചൊരളവിൽ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി പാകത്തിനുള്ള അളവിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനവിടെ കുക്കറിൽ നമ്മുടെ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ സാധാരണ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് എല്ലാം ഒരേ പരുവത്തിന്, ഒരേ അളവിനായിരിക്കണം ബോളുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു കണക്കനുസരിച്ച് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ബോളുകളാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. മാക്സിമം നല്ലൊരു ഷേപ്പിൽ ഉണ്ടയായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം ഇങ്ങനെ ക്രാക്കുകളൊന്നും ഇല്ലാതെ, വിള്ളലുകളൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പരത്തുമ്പോൾ നല്ലൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊക്കെ കിട്ടാനിടയുണ്ട്. അപ്പോൾ അതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഉണ്ടകളാക്കി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യകാലത്തൊക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എൻ്റെ ചപ്പാത്തിയും ആഫ്രിക്കയും അന്റാർട്ടിക്കയൊക്കെ ആയി പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം നല്ല ഷേപ്പിലും അതേപോലെ നല്ല ടെക്സ്ചറിലും നല്ല സോഫ്റ്റായിട്ടും കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് വർക്കൗട്ടായി വന്നൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തന്നുള്ളൂ. പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെയാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് പൊടി വിതറിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഉണ്ടയുടെ മുകളിലും കുറച്ച് പൊടി വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഗോതമ്പ് പൊടി അതിന് മുകളിൽ തൂവിയിട്ട് പരത്തിയെടുക്കുന്ന ആളാണ് കേട്ടോ. ഇനി അതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ സാധാരണ പരത്തിയെടുക്കുന്ന മെത്തേഡ്. എല്ലാവരും ഇങ്ങനെയൊന്നും ആവണമെന്നില്ല. ഇതിൽ നല്ല ഷേപ്പിലും ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ എനിക്ക് ഈസി എന്ന് തോന്നി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈസി എന്ന് തോന്നിയൊരു മെത്തേഡാണിത്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് കട്ടിയിലല്ല കേട്ടോ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക. കുറച്ച് നൈസായിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക. ഞാനുണ്ടാക്കുന്ന ഈ ഒരു രീതിയിലാണെങ്കിലും ചേച്ചി ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഞങ്ങൾ 2 നാത്തൂന്മാരാണ് ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ പേര് LB എന്നാണ്. ചേച്ചി താമസിക്കുന്ന അമേരിക്കയിലാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും ചാനലിൽ മാറി മാറി വീഡിയോസ് ഇടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മുഖം കാണിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് എളുപ്പമെന്ന് തോന്നിയൊരു മെത്തേഡ് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ചപ്പാത്തി അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് നാളുകളായി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. കാരണം നമ്മുടെ ചാനലിലൂടെ കൂടുതലും നമ്മൾ നാടൻ റെസിപ്പീസല്ലേ കാണിക്കാറ്. കൂടുതൽ ലഞ്ച് കോംബോസൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ പിന്നീടും ആ ഒരു ലഞ്ച് കോംബോ ഇങ്ങനെ കൂടുതൽ കാണിച്ചാണ് എൻ്റെ വെയിറ്റൊക്കെ ഇച്ചിരി കൂടിയത്. അപ്പോൾ ഞാൻ കരുതി വെയിറ്റ് കുറയ്ക്കാമെന്ന്. അതുകൊണ്ടാണ് വീണ്ടും ചപ്പാത്തിയിലേക്കൊക്കെ തിരിച്ചു വന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചപ്പാത്തി വരുത്തിയപ്പോൾ മോതിരം ഉരു വയ്ക്കാൻ മറന്നു. അതുകൊണ്ട് ചപ്പാത്തിയിൽ കുറച്ച് എൻ്റെ മോതിരത്തിൻ്റെ ഡിസൈനുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചപ്പാത്തിയിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ അങ്ങ് പരത്തിയെടുക്കുകയാണ്. ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ആട്ട ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ ചപ്പാത്തിയിൽ നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടാണ് ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുപാട് പൊടി അതിൻ്റെ മുകളിൽ വരും. അപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തട്ടി കളയുന്നുണ്ട് ആ മുകളിലുള്ള പൊടി. ഇത് കണ്ട് അത്യാവശ്യം നൈസായിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ആകെ 6 എണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം പരത്തിയ ശേഷമാണ് ഓരോന്നായിട്ട് ചുട്ടു തുടങ്ങുന്നത്. അതേപോലെ തന്നെ 6 എണ്ണ ഉള്ളതുകൊണ്ട് 6ാമത്തെ പരത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പാൻ അടുപ്പത്ത് വയ്ക്കും. അപ്പോൾ പരത്തി കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് എനിക്ക് പാൻ ചൂടായി കിട്ടും. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരുപാട് എണ്ണം കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവണമെന്നില്ല. കാരണം ആദ്യം ഉണ്ടാക്കിയതൊക്കെ ചിലപ്പോൾ ഡ്രൈ ആയി പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ പരത്തുന്നതിനൊപ്പം തന്നെ ചുട്ടു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു വശം ഇട്ടു, അതൊരു
2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മറിച്ചിടുന്നുണ്ട്. പിന്നെ എപ്പോഴെപ്പോഴും ഞാനിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാറുണ്ട് എല്ലാ ഭാഗത്തും ചൂടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊമളകളൊക്കെ വന്നിങ്ങനെ നമ്മുടെ ചപ്പാത്തി അത്യാവശ്യം ഇങ്ങനെ വീർത്ത് വരും. പിന്നെ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ പപ്പടം പോലെ അല്ലെങ്കിൽ നല്ലോണം കൊമളച്ച് എനിക്ക് വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഈ ഒരു പാകത്തിനാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കിട്ടാറുള്ളത്. പക്ഷേ എനിക്കിതുവരെ ചപ്പാത്തിക്ക് അങ്ങനെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോയ പോലെ അല്ലെങ്കിൽ ടേസ്റ്റ് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക കൊമളച്ച് വന്നിട്ടില്ല. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ബബിൾസ് വരും എന്നുള്ളതല്ലാതെ ഇങ്ങനെ പൂരി പോലെ പൊങ്ങി വരാറില്ല. അപ്പോൾ ഒരെണ്ണം ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാറുണ്ട്. കാരണം നമ്മൾ ആ ചപ്പാത്തി കുഴയ്ക്കാൻ നേരത്ത് കൂടുതൽ ആട്ട ചേർക്കുന്നുണ്ട്. ആ ആട്ടയൊക്കെ ഈ പാനിൽ വന്ന് കിടന്നിട്ട് അതിങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കാൻ ഇടയുള്ളതുകൊണ്ട് ടിഷ്യൂ കൊണ്ട് അതൊന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ചപ്പാത്തി ഇട്ടു. പിന്നെ ഞാൻ ഈ പാൻ തന്നെയാണ് ദോശ ചുടാൻ എടുക്കാറുള്ളത്. പലരും പറയാറുണ്ട് ദോശ ചുടുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഒരേ പാൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ വേറൊരു പാൻ വാങ്ങിച്ചില്ല എന്നുള്ളൂ. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നീട് ദോശ ചുടുമ്പോൾ ചിലപ്പോൾ അതങ്ങ് വിട്ടു പോരാൻ ഇടയില്ല. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ മറ്റേ കാസ്റ്റേണ്ട പാനൊക്കെയാണെങ്കിൽ 2 എണ്ണം സെപ്പറേറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതാ നമ്മൾ അടുത്ത ചപ്പാത്തിയും ചുട്ട് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സോഫ്റ്റ് ചപ്പാത്തി കിട്ടാറുണ്ട്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. എന്തായാലും നിങ്ങൾ ഇതുവരെ ഈ ഒരു മെത്തേഡിൽ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല സോഫ്റ്റായിട്ട് എനിക്ക് പിറ്റേ ദിവസം വരെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ചപ്പാത്തി ഇരിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ 2 വശം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടും. ഞാൻ കുറച്ച് ക്ലോസ് കാണിച്ചു തരാം, എന്താ കണ്ടോ. അപ്പോൾ ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കടല വേവിക്കാൻ വെച്ചത് കടലയും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വേറെ തേങ്ങയോ അല്ലെങ്കിൽ ഇനി താളിച്ച് ചേർക്കുന്നൊന്നുമില്ല. സാധാരണ ഞാൻ താളിച്ച് ചേർക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതുകൊണ്ട് ഞാൻ വേറെ താളിച്ചൊന്നും ചേർക്കുന്നില്ല. കുറച്ച് വെള്ളം കൂടുതലുണ്ട്. കുറച്ചുകൂടെ ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് വരണമെങ്കിൽ തുറന്ന് വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ പൊട്ടറ്റോ ചേർത്തിട്ടുണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ചേർത്തുകൊണ്ട് കുറച്ചുകൂടെ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിക്കോളും. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇതിന് മുമ്പും കാണിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ താളിച്ചൊക്കെ ചേർക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ പറയാതിരുന്നത് കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അതാ. അപ്പോൾ 2 ചപ്പാത്തിയാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. 2 ചപ്പാത്തിയും കടലക്കറിയുടെ അളവ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ ചപ്പാത്തിയേക്കാളും. പൊതുവേ എനിക്ക് കടലക്കറി ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പുട്ടിൻ്റെയൊക്കെ കൂടെ ആണെങ്കിൽ പോലും എനിക്ക് ആ കടല കഴിക്കാനാണ് കൂടുതലിഷ്ടം. അതുകൊണ്ട് കറി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കടലക്കറിയാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡിന്നർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മീലാണ് നമ്മുടെ ഇന്നത്തെ. അതേപോലെ തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കൊക്കെ നമ്മുടെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്താണ് ഫീഡ്ബാക്കെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം. ബൈ.